BC 600 ബാബിലോണിൽ നടന്ന ഒരു ചരിത്ര സംഭവം. അന്ന് ബാബേൽ ഭരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവാണ്. നെബൂഖദ്നേസറിൻ്റെ രാജവാഴ്ചയിൽ ഒരിക്കൽ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി, ഒരു വലിയ ബിംബം. എന്നിട്ട് താൻ രാജ്യമൊട്ടാകെ വിളംബരം ചെയ്ത് പറഞ്ഞത്, രാജ്യത്തിലെ സകല ജനവും രാജാവുണ്ടാക്കിയ ബിംബത്തെ വീണ് നമസ്കരിക്കണം. വാദ്യോപകരണങ്ങളോടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങൾ ഉയരുമ്പോൾ നിങ്ങളെല്ലാവരും കുമ്പിടേണം. ഇസ്രായേൽ മക്കൾ അന്ന് ബാബേലിൽ പ്രവാസികളാണ്. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ കൽപ്പന കർശനമായിരുന്നത് കൊണ്ട് രാജകൽപ്പനയ്ക്ക് മുൻപിൽ സകല ജനവും അനുസരണം കാണിച്ചു. വാദ്യഘോഷങ്ങൾ ഉയരുമ്പോൾ എല്ലാവരും കുമ്പിടുവാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അവിടെ ബന്ദികളായ പ്രവാസികളായ യഹൂദന്മാരിൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുത്ത പ്രമാണത്തെ, ഒരു വിഗ്രഹമുണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെ മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ കീഴെ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുതെന്നും നമസ്കരിക്കരുതെന്നുമുള്ള ജീവനുള്ള ഏകസത്യ ദൈവമായ യഹോവയുടെ കൽപ്പന അറിയാമെങ്കിലും നെബൂഖദ്നേസർ രാജാവിൻ്റെ കൽപ്പന കർശനമായിരുന്നത് കൊണ്ടും ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും എന്ന് പറഞ്ഞിട്ട് ബിംബത്തിൻ്റെ അരികത്ത് തന്നെ തീച്ചൂളയും താൻ ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് പ്രമാണം ലംഘിച്ച് കുമ്പിടുമ്പോൾ യഹൂദ ബാലന്മാരിൽ 3 പേർ, അവരുടെ പേര് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, രാജാവ് ഒരുക്കി നിർത്തിയ ബിംബത്തെയും എരിയുന്ന തീച്ചൂളയെയും കണ്ട് ഭയപ്പെടാതെ അവരുടെ അകത്ത് കത്തിജ്വലിക്കുന്ന ദൈവവചനത്തോടനുസരണം കാണിച്ചു. അവരുടെ അകത്തൊരു പ്രമാണമുണ്ട്. അവർ എപ്പോഴൊക്കെ കൂടി വരുന്നുവോ അപ്പോഴൊക്കെ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു വചനം, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവർ ഏക സത്യ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുകയും യഹോവയെ ആരാധിക്കുകയും ചെയ്തു വരുന്ന ജനമാണ്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കൽപ്പന കർശനമായിരുന്നത് പോലും വകവയ്ക്കാതെ പ്രമാണത്തിനു വേണ്ടി 3 പേർ നിന്നു. എല്ലാവരും വണങ്ങുമ്പോൾ ഇതാ 3 പേർ ഇങ്ങനെ നിവർന്നു നിൽക്കുകയാണ്. ആ വാർത്ത രാജാവിൻ്റെ ചെവിയിലെത്തി. അവരെയും രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. രാജാവ് ചോദിച്ചു, ഇതുള്ളത് തന്നെയാണോ? അവർ പറഞ്ഞു, അതേ രാജാവേ, അത് ഉള്ളത് തന്നെയാണ്. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവനാണ്. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല. രാജാവിന് കോപം ജ്വലിച്ചു. അവൻ തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവരെ ആ തീയിലിടാൻ കൽപ്പന പുറപ്പെടുവിച്ചു.
രാജാവ് ചില മല്ലന്മാരെ, ശക്തിയുള്ളവരെയൊക്കെ വിളിച്ച് അവരെ ഒന്ന് ബന്ധിച്ച് തീയിലേക്ക് ഇടുമ്പോൾ അവരെ കൊണ്ടുപോയ പുരുഷന്മാരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. ഇവർ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അകത്ത് വീണതെങ്കിൽ തീയുടെ അകത്ത് കെട്ടഴിഞ്ഞ് രാജാവ് നോക്കുമ്പോൾ ഇതാ നാലാമതൊരുവൻ തീയുടെ നടുവിലിറങ്ങി നിൽക്കുകയാണ്. അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രോമം പോലും കരിയാതെ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് അവരുടെ അകത്ത് ജ്വലിച്ചുകൊണ്ടിരുന്ന വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ, അത് ചരിത്രമായെങ്കിൽ, ഇന്ന് പകൽ നിന്റെ അകത്ത് ജ്വലിക്കുന്ന വചനത്തിന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പർവ്വതത്തെ ഇടിച്ചു കളയാനുള്ള ശക്തിയുണ്ടെന്നറിഞ്ഞ് നീ വചനത്തിന് വേണ്ടി നിലയുറപ്പിക്കണം. വചനം എന്താണോ പറയുന്നത് അത് നീ വിശ്വസിക്കണം. അതിനു വേണ്ടി നീ നിൽക്കണം. ശത്രുവിന് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം നിന്നെ ഭയപ്പെടുത്തുക എന്നത് മാത്രമാണ്. എന്തിനാണ് 7 മടങ്ങ് ചൂട് കൂട്ടുന്നത്? അവന് പേടി വന്നിട്ടാണ്. പേടിച്ചിട്ട് ചെയ്തു കൂട്ടുന്നതാണ്. നീ വചനത്തിന് വേണ്ടി നിന്നാൽ ശത്രുവിന് നിന്നെ ഭയമാണ്. നീ ഒന്ന് വെയിറ്റ് ചെയ്യുമെങ്കിൽ നീ ഒരു ചരിത്രമാകും. നീ വചനത്തിൻ്റെ ശക്തി കാണും. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.